തലേ ദിവസം അരി കുതിർക്കാനും മാവ് അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേറെ അടിപൊളിയായിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. വെറും 10 മിനിറ്റിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കത്ത് കൊടുക്കാതെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. റവ ഏതാണോ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റം വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് 3/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റവ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കട്ട തൈര് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് വേണ്ടത്. ഇഡ്ഡലി ചുട്ട് കഴിയുമ്പോൾ അങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, തൈര് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 13 ഇഡ്ഡലി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ടത് ഒരുപാട് സമയം അരച്ചു പോകരുത്. ഒന്ന് പൾസ് ചെയ്ത് ആ ഒരു തൈരും റവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ ഒരു വെള്ളം അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈറ്റാണ് മാവുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ മാവ് ലൂസായിട്ട് പോകും. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചേരുവ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അത് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മാവൊക്കെ നല്ലപോലെ പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി മുമ്പ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ രാവിലെ ഇഡ്ഡലി വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ദിവസമൊക്കെ നമ്മൾ അരി വെള്ളത്തിലിടണമെന്ന് വിചാരിച്ചാലും മറന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ആ ഒരു സമയത്തൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഡ്ഡലിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണ തൂവി കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറ്. നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു തട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. അപ്പം 2 ഇഡ്ഡലി തട്ടിലും ഇതുപോലെ നല്ലെണ്ണ നല്ല രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. സാധാരണ ഇഡ്ഡലിയേക്കാൾ ഇത് ചിക്കൻ കറി അതല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനെയുള്ള കറികളോട് കൂടെയാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെയാണ് കേട്ടോ നമ്മുടെ പേജിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പേജ് ഒന്ന് ഫോളോ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്